കാർത്തിനെ വിളിക്കടി, ഞാനൊന്ന് കാണട്ടെ. അവളിവിടെ ഇല്ല കണ്ണേട്ടാ. എവിടെ പോയി? അത് പിന്നെ നല്ലൊരമ്മ വന്ന് അവളെ കുറച്ചു ദിവസം അവരുടെ വീട്ടിലൊന്ന് നിർത്തുമോന്ന് ചോദിച്ചു. പെണ്ണുങ്ങള് മാത്രമുള്ളൊരു വീടാ. മാസമാണെങ്കിൽ നല്ല ശമ്പളം തരാന്ന് പറഞ്ഞപ്പോ കാർത്തൂന് ഒരേ നിർബന്ധം. നല്ല പൈസയൊക്കെ കിട്ടുന്നതല്ലേ, അവർക്കൊപ്പം പോവാമെന്ന്. പിന്നെ പോയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? പവിത്രയെ സമ്മതിച്ചത് കാർത്തൂനെ വിടാൻ. ഞാൻ പറഞ്ഞതല്ലേടി, എന്റെ കഴുത്ത് പോയാലും എന്റെ കൊച്ചിനെ അന്യന്റെ വീട്ടിൽ പാത്രം കഴുകാൻ വിടരുതെന്ന്. മോള് നിർബന്ധം പിടിച്ചോണ്ട എനിക്ക് വിടേണ്ടി വന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത കൂട്ടത്തില അവള്, അതുകൊണ്ട് അവൾ അങ്ങനെ പറയൂ. അപ്പൊ നീ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. കണ്ണ, ഇവളെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഏത് നേരവും എന്റെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമായിരുന്നു. വെറുതെ ഒരുത്തി ഇവിടെ നിന്ന് സമയാസമയത്ത് ആഹാരം കഴിക്കുന്നതേ എനിക്ക് രസിക്കത്തില്ല. ഞങ്ങള് പണ്ട് തറവാട്ടി വന്ന് താമസിച്ചപ്പോ സുശീലേട്ടന്റെ മുഖത്ത് നോക്കി കണ്ണം പറഞ്ഞത് വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് നല്ല ശീലമല്ല എന്നാ. അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എവിടെ കാർത്തുമോള്? ആഹാ, ഇതാരായി വന്നിരിക്കുന്നേ? അല്ല, ഇതെപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി? വരവില്ല. ആ, അത് ശരി. അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ ഇറങ്ങിയതായിരിക്കുമല്ലേ? അല്ല, തന്റെ കാർത്തുമോളുടെ കാര്യം അറിഞ്ഞോ? ആ കവലയിൽ നിന്ന് ബസ് കയറി പാലപ്പെട്ടി വളവിലിറങ്ങി പാലക്കൽ ലതികാമ്മയുടെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. നല്ല അന്തസ്സുള്ള തറവാടാ. സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ കെട്ട് കഴിയുന്നത് വരെ ആ കുട്ടിക്ക് അവിടെ കഴിയാം. നിങ്ങൾ മുമ്പ് തട്ടുകടയൊക്കെ നടത്തിയിരുന്നില്ലേ? ചെറിയൊരു കട ഇട്ട് കൊടുത്താ ഇവളും കാർത്തും കൂടി അതും കൊണ്ട് ജീവിച്ചേനല്ലോ. ഇപ്പൊ തട്ടുകടയൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം കണ്ണ? ആരുടെ കയ്യിലാ പൈസ ഉള്ളത്? പട്ടണത്തിൽ അതൊക്കെ വിജയിക്കുമായിരിക്കും. ഈ കുഗ്രാമത്തിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുന്നവര് വളരെ കുറവാ. രാവിലെയും വൈകുന്നേരവും 10 ചായ വിറ്റാൽ അതായി. തറവാട്ടിലുൾപ്പെടെ എല്ലായിടത്തും കയറിയിട്ട് വരിക, ഒന്ന് സന്തോഷിക്കാൻ. മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ ഒന്നുമില്ല. ഇത്തിരി കഷ്ടപ്പെട്ടാ പോലും ഉണ്ണിയുടെ ചെലവിൽ അവിടെ കഴിയാൻ പറ്റുമെന്നാ കരുതിയത്. എന്നിട്ടിപ്പോ നീ ഇവിടെയും കാർത്തു മറ്റൊരു വീട്ടിലും. ഞാൻ നന്ദനമോളെ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട, മോക്ക് പരോളെന്നൊക്കെ പറഞ്ഞ അറിയില്ല. അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വന്നെന്ന് കരുതും. എനിക്ക് ഇന്നൊരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ദിനം വെറുതെ മോളെ കരയിക്കുന്നത്. കാർത്തൂനോടെ കണ്ടിട്ട് ഞാനങ്ങ് പോവാ. കാർത്തു മറ്റൊരു വീട്ടിലാണെന്ന് അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല, നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ. അല്ലാതെ എന്നെ തല്ലിയാലും കൊന്നാലും സങ്കടമില്ല. ഒരുപാട് നാൾക്ക് ശേഷം കണ്ണേട്ടം വന്നപ്പോ കരയിക്കേണ്ടി വന്നതല്ല എനിക്ക് സങ്കടം. അതൊന്നും സാരമില്ല, എല്ലാം ശരിയാവും. കണ്ണേട്ടാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്നും വേണ്ട, എല്ലാരും ഒന്നിച്ചുണ്ടെങ്കിലല്ലേ കുടിക്കാനും കഴിക്കാനും ഒക്കെ തോന്നും. വലിയ പ്രമാണിയായിരുന്നു, മതിലകത്തെ വൻമതിൽ. ഇപ്പൊ അടിത്തറ ഇളകി. സാരമില്ല പവിത്രേ, നീ മോളെ നന്നായിട്ട് നോക്കണം. അതും ഒരു പെങ്കൊച്ച. ആ പ്രായത്തിലുള്ള കുട്ടികൾ പോലും സൂക്ഷിക്കേണ്ട കാലമാ. വെറുതെ അയൽ വീട്ടിലോട്ടൊന്നും പറഞ്ഞുവിടണ്ട കേട്ടോ.
അക്ഷയുടെ കാലാവധി കഴിഞ്ഞു കണ്ണേട്ടാ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ? പരോളാ മോളെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാ ഓരോരോ വിവരങ്ങൾ അറിയുന്നത്. എല്ലാം എല്ലാ കാലവും മൂടി വെക്കാൻ പറ്റില്ല. അങ്ങനെ മൂടി വെച്ച സത്യങ്ങൾ ഒന്നും അറിയാത്തവർ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് വേദനിക്കും, കരയും. ആരെല്ലാം ജയിലിൽ വന്നു. ഒരു സൂചന തന്നിരുന്നെങ്കിൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരില്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല കണ്ണേട്ടാ. ഒരമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ തറവാട്ടിലെ പണി പോലും ഇല്ല. എങ്കിലും ഞാൻ എന്റെ മോളെ വളർത്തിയത് അന്യന്റെ വീട്ടിൽ പോയി പണിയെടുക്കാനല്ല. ഉണ്ണി കൈവിട്ടതോടെ മോള് മറ്റൊരാളെ വിവാഹം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നത് കാണാനാ. മാസാമാസം എനിക്ക് ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെലവൊന്നും ഇല്ലല്ലോ കണ്ണേട്ടാ. ഉള്ളതൊക്കെ കൂട്ടിവെക്കാം. എന്നിട്ട് കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വരുമ്പോ അതൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം. 3 നേരം ഉണ്ണാൻ കഴിയില്ലെങ്കിലും കണ്ണേട്ടന് അടുത്തുണ്ടെങ്കിൽ അതൊരു സമാധാനമാ. എന്നാൽ എനിക്കിതൊരു സമാധാനമല്ല മോളെ. അന്യന്റെ വീട്ടിൽ മോള് ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കുന്നത് സങ്കല്പിക്കാനോ കാണാനോ കണ്ണേട്ടന് പറ്റില്ല. മോളെ ഏറ്റെടുക്കാൻ ഒരാളില്ലേ? അയാൾക്കൊപ്പം ജീവിക്കാൻ മോള് തയ്യാറാവണം. മോൾ അറിഞ്ഞായിരുന്നോ കാര്യങ്ങള്? മോൾ ഒരുപാട് സ്നേഹിച്ച പശുക്കളെയും കിടാങ്ങളെയൊക്കെ കരുണമ്മാമയും ഉണ്ണിയും ചേർന്ന് ലേലം ചെയ്തു. വിഷമിക്കണ്ട, എല്ലാം ലേലത്തിൽ പിടിച്ചത് പപ്പനാ. പപ്പേട്ടന് എവിടുന്നാ അത്രയൊക്കെ കാശ്? അരുൺ സാറ് കൊടുത്തു. ഇപ്പൊ പശുക്കള് കുട്ടന്റെ പറമ്പിലുണ്ട്. ഞാൻ അതിനെയൊക്കെ താലോലിച്ചിട്ടാ ഇങ്ങോട്ട് വരുന്നേ. ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരാള് മോളെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമ്പോ നമ്മളൊന്നും നന്ദി കെട്ടവരല്ലല്ലോ മോളെ. അതുകൊണ്ട് സമ്മതിക്കണം. നാളെയെങ്കിൽ നാളെ കൂടെ ജീവിക്കാൻ തയ്യാറാവണം. ഇനി വിളിക്കുമ്പോ ഞാൻ പറയാൻ കണ്ണേട്ടാ. നല്ലൊരു ദിവസം നോക്കി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. മതി. ഇനി ഏട്ടന് ഒരു വിഷമവുമില്ല. നന്ദനമോള് കുഞ്ഞല്ലേ, അവൾക്ക് വിവാഹപ്രായമൊക്കെ ആവുമ്പോ എല്ലാം ശരിയാവും. ഇപ്പൊ ഒരു ആൺതുണ വേണ്ടത് നോക്കാം. അമ്മായി ഒന്ന് വന്നേ. എന്താ മോളെ? ആരാന്നറിയില്ല, ഒരുത്തരുമായിട്ട് അവള് കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ട് നിക്ക. ഒന്ന് വാ അമ്മായി. ഇന്ത്യനാ മോളെ, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. ആരാ എന്താന്നൊന്നും അറിയാതെ വീട്ടിലേക്ക് ആരും കേട്ടണ്ട. ഒന്നാമത് ഇവളെ വളർത്തിയ ഇവളുടെ ഏട്ടൻ ഒരു ജയിൽ പുള്ളിയാണെന്നാ കേട്ടത്. കണ്ണേട്ട പോയിക്കോ. അല്ല, അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാ മോളെ. ആരാ? എന്റെ പേര് കണ്ണൻ, മോളുടെ ഏട്ടനെ. അല്ല, ജയിലിൽ കിടക്കുന്ന ഇവളുടെ ഏട്ടന്റെ പേരും കണ്ണൻ എന്നല്ലേ പറഞ്ഞത്? ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായതാ. ബന്ധുക്കളിൽ ചിലർ കുടിക്കതാ. ഇപ്പൊ പരോളില് പുറത്തിറങ്ങി. പറയുന്നുണ്ടൊന്നും തോന്നരുത്. കള്ളനും കൊലപാതകൾക്കും ജയിൽ പുള്ളികൾക്കൊന്നും കയറി നിറങ്ങാനുള്ള സ്ഥലമല്ലിത്. എന്റെ കണ്ണേട്ടൻ പാവോ. അത് നിനക്ക്. ഞങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നവരൊക്കെ വലിയ പേടിയാ. വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വാടിക്കരിഞ്ഞാൽ പോലും സങ്കടം തോന്നും. അതാ സ്വഭാവം. പിന്നെ സമയദോഷം വന്ന പേരുദോഷം കേൾക്കും, അനുഭവിക്കും. ഇങ്ങനൊന്നും വന്ന് നിൽക്കേണ്ടവളല്ല മോള്. വീടിന്റെ നെടുന്തൂടായിരുന്ന ആള് ജയിലിലായപ്പോ വീടിന്റെ താളം തെറ്റി. അനിയൻ ഡോക്ടറാ. ഞാൻ തന്നെ അവനെ പഠിപ്പിച്ച് ആ നിലയിൽ എത്തിച്ചത്. പക്ഷേ കുടുംബസ്നേഹം ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കും കാർത്തൂനും മൂക്കുമൊക്കെ അവിടുന്ന് പോരേണ്ടി വന്നത്. നല്ലതേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. വീടിന്റെ പൂജാമുറിയും അടുക്കളയൊക്കെ നന്നായി നോക്കുന്ന കുട്ടിയാ. ആ
ശുദ്ധിയും വൃത്തിയൊക്കെ ഇവിടെയും കാണിക്കും. അതൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. ഇനി ഇവിടെ ഉണ്ടല്ലോ ഇവള്. അതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലായിക്കോളും. കണ്ണേട്ടൻ പോട്ടെ മോളെ. ഈ വക സാധനങ്ങളൊന്നും വീട്ടിൽ കയറ്റരുതമ്മായി. രാവിലെ ഇങ്ങനെ വന്ന് വീടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പിന്നാമ്പുറത്തെ വാതിൽ തുറന്നു കൊടുക്കും. എല്ലാം അടിച്ചു മാറ്റിയ ശേഷം ഒരു പോക്കങ്ങ് പോവുകയും ചെയ്യും. ആ സമയത്ത് ആരെങ്കിലും കണ്ടാലോ കൈ കിട്ടുന്നിടത്ത് തലക്കിട്ട് അടിക്കുകയും ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജയിൽ പുള്ളിയായ ഒരു ഏട്ടനുണ്ടെന്ന് പറയണ്ടായിരുന്നു മോളെ. ഞാനല്ല പറഞ്ഞത്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ബ്രോക്കറാ. അയാള് സകലതും ഇവിടെ ഉള്ളവരോട് പറഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞത് ഇതൊന്നും സഹിക്കാതെ അരുൺ സാറിനോടൊപ്പം പോവാൻ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഇനി ഞാൻ മോളെ കാണുന്നത് അരുൺ സാറിനോടൊപ്പം ആയിരിക്കണം. എന്നാ പോട്ടെ. എടി, ആ ഗേറ്റിന്റെ കുറ്റിയിട്ടോ. ഇനി ആരെങ്കിലുമൊക്കെ വലിഞ്ഞേറി വരും. എടി, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിനക്ക് ആരെങ്കിലും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കണ്ടോണം. ഇങ്ങോട്ടാരെയും വിളിപ്പിച്ചേക്കരുത്. പോകുമ്പോ ആ ചൂലും കൂടി എടുത്തേക്ക്. കുഴപ്പക്കാരിയല്ലെന്ന് തോന്നുന്നു. അമ്മായിക്കല്ലെങ്കിലും ആരാ കുഴപ്പക്കാര്? ഇവൾക്കൊരു കള്ള ലക്ഷണമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാം ഓർക്കുമ്പോ നെഞ്ചു പൊട്ടുക പപ്പ. മറ്റന്നാ വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങുക. കഴിഞ്ഞ തവണ മാത്രം നമ്മൾ മല ചവിട്ടാതിരുന്നത്. അതിന്റെ വിഷമങ്ങളും ഉണ്ടായെന്ന് വേണം കരുതാൻ. 41 ദിവസത്തെ കഠിനവ്രതം, പിന്നെ കാൽനടയായിട്ടുള്ള പോക്ക്. നന്ദനമോളെ ഇത്തവണ കൊണ്ടുപോകണമെന്ന് കരുതിയിരുന്നതാ. മോൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അയ്യപ്പനെ കാണണമെന്ന്. എല്ലാം പോയി. ആ, ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്റെ വീട്ടിലേക്ക് വിളിച്ചാൽ പോലും വരത്തില്ലല്ലോ. അവിടെ രോഹിണിയും പിള്ളേരും കണ്ണേട്ടം വരാത്തനെ പരാതിയും പറഞ്ഞോണ്ടിരിക്കുക. രോഹിണി ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? എന്താ കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. നാളെ രാവിലെ തിരിച്ചു പോകാനുള്ളതല്ലേ? വാ പാവരിക്കേ. ഞാൻ വരിക. വ്രതമെടുത്തതും നമ്മൾ കാൽനടയായിട്ട് പോയതുമൊക്കെ ഉണ്ണിക്ക് വേണ്ടിയാ. എനിക്ക് മക്കളില്ലാത്തോണ്ട് അവനെയും നന്ദനമോളെയൊക്കെയാ ഞാൻ ആ സ്ഥാനത്ത് കണ്ടത്. എന്നിട്ടവൻ എന്റെ ചെങ്കിൽ വാണി തറച്ചു. അന്നത്തെ ആ പ്രളയം ഉണ്ടല്ലോ പാപ്പ, നമ്മള് ജനിച്ചതിൽ പിന്നെ കണ്ടിട്ടില്ലാത്ത വെള്ളപ്പൊക്കം, അതെല്ലാത്തിന്റെ ഒരു തുടക്കമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നും ശരിയായിട്ടില്ല. എല്ലാം കലങ്ങി തെളിയുമായിരിക്കും കണ്ണേട്ടാ. എന്നിട്ടത് സംഭാര ആ അരുൺ സാറിനെ ഇനി വിട്ടുകളയരുതെന്ന് ഞാൻ കാർത്തൂനോട് പറഞ്ഞിട്ടുണ്ട്. തറപ്പിച്ചാ പറഞ്ഞിരിക്കുന്നേ.
മോൾക്ക് ഏതാണ്ട് അതിനോട് സമ്മതവുമുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നന്ദനമ്മളുടെ കാര്യം നോക്കണ്ടേ. അതിനി 10-15 വർഷം കൂടെ ഉണ്ടല്ലോ. എനിക്ക് കുറച്ചു മാസം കൂടെ കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയേക്കും. പിന്നെ ഓരോന്ന് തുടങ്ങാം. നന്നായി വെള്ളവും വളവും കൊടുത്താൽ ഇരട്ടിയായിട്ട് മണ്ണിന്റെ അടിയിൽ നിന്നും മുകളിൽ നിന്നൊക്കെ നമുക്ക് ഫലം കിട്ടും. എന്തു കൊടുത്താലും അതിന് ഫലം തരാത്തത് നമ്മൾ മനുഷ്യന്മാർക്കിടയിലെ ചിലർ തന്നെയാ. ഒന്നാലോചിക്ക്, തറവാട്ടിൽ എത്ര മുറികൾ ഒഴിഞ്ഞെടുക്കുക. അവർക്കൊന്നും പറയായിരുന്നില്ലേ? പാവിരിക്കാൻ കുറച്ച് ഇടം കൊടുത്താൽ പോരായിരുന്നോ? പശുക്കളെയൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ആ തൊഴുത്തൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. അവിടെ കിടന്നേനവര് അതിനുപോലും സമ്മതിക്കാതെ ഇറക്കി വിട്ടത്. അതൊന്നും ആലോചിക്കാതെ കണ്ണ. ആലോചിക്കരുതെന്നൊക്കെ ഉണ്ട്, അതിന് ശ്രമിക്കാറുമുണ്ട്. പറ്റണ്ടേ? വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക. കാർത്തുമോളുടെ പിറന്നാൾ അന്നേ ദിവസം റോഡരിയിൽ കിടന്ന ചോരക്കുഞ്ഞിനെ അന്ന കൈ കിട്ടിയത്. പിന്നീട് കഴിഞ്ഞ വർഷം വരെ ആ ദിവസം പൊടി പിടിച്ചു. ഇപ്പതേ അടുത്ത കാർത്തിക വരിക. അന്ന് ദീപങ്ങളുമില്ല, പ്രകാശവുമില്ല. അന്നെ വീട്ടിലെ അടുക്കളയിൽ തീയും പോവുകയും കൊണ്ട് എന്റെ മോള്. ഇത്തവണത്തെ കാർത്തികയും മണ്ഡലകാലമൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ കണ്ണ. അതെ, അടുത്ത വർഷം നമുക്ക് കടം വീട്ടാൻ പറ്റും. അന്ന് അരുൺ സാറിനൊപ്പം ചേർന്ന് നിന്ന് കാർത്തുമോള് ദീപം തെളിയിക്കും. സ്വാമി ശരണം. എന്തൊക്കെയാ കൂട്ടാ കറികള്? കണ്ണേട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്. രോഹിണി കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം. ആഹാ, കൂറുകയാ. ആർത്തിയോടെ തന്നെ കഴിച്ചേനെ. കാണാൻ ആഗ്രഹിച്ചവരെയൊക്കെ കാണേണ്ട രീതിയിൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇനിയിപ്പോ ഇതൊക്കെ ഇറങ്ങുമെന്നറിയില്ല. എന്തായാലും കൊണ്ടുവന്നു പോയില്ലേ കണ്ണേട്ടാ? ആ, ഇത്തിരി കഴിയട്ടെ. കുറച്ചു നേരം കൂടെ നമുക്കിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാം. അപ്പൊ പിന്നെ കഴിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞതോ? കഴിച്ചാലോട്ട് ഇറങ്ങത്തുമില്ല, കിടന്നാലോട്ട് ഉറക്കം വരത്തുമില്ല. ഇനിയിപ്പോ കുറെ ദിവസം അങ്ങനെ ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ. അതെന്ത് പറച്ചിലടാ. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ അങ്ങ് പോവോ? പിന്നെ ഇവിടെ കിടന്നൊക്കെ നമുക്ക് നല്ല ശീലമല്ലേ. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ ഒരു സമാധാനത്തിന് വായി തോന്നൊക്കെ വിളിച്ചു പറയായിരുന്നു പവിത്രേ. ഇന്ന് അതിന് മുകളിലോട്ട് പോയി തല്ലി ഞാൻ അവിടെ. അവൾക്കത് നന്നായിട്ട് വേദനിച്ചു കാണും. വേണ്ടായിരുന്നു, നിയന്ത്രണം വിട്ടപ്പോ ചെയ്തു പോയതാ. മോൾ അമ്മയെ കണ്ടപ്പോ ചോദിച്ചു കാണും, അമ്മ ആരാ തല്ലിയതെന്ന്. അച്ഛൻ വന്നെന്ന് മോളോട് പറയാനും പറ്റില്ല. കുഞ്ഞിനെ കാണാതാ പോകുന്നത്. കണ്ടാ പിന്നെ അതിന്റെ കരച്ചിലുള്ള ഉള്ളിൽ കിടക്കും. ഇന്നെന്താ ഇത്ര വൈകിയത്? എന്നും നേരത്തെയല്ലേ വരുന്നത്. ഇന്നെങ്കിലും ഇത്തിരി താമസിച്ച് വരാമെന്ന് കരുതി.
അതെ, ഇന്ന് പാർട്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല. മണമടിക്കാത്ത മദ്യം കഴിച്ചു കഴിഞ്ഞാ ഞാൻ അറിയത്തില്ലെന്നാണോ? എന്റെ മഞ്ജു, ഞാൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം, നീ ആഹാരം എടുത്തേക്ക്. ദേ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരുത്തിയെ ജോലിക്ക് വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അവള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുക്കള ഭാഗത്തോട്ടൊന്നും പോണ്ട. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് അടുക്കളയിൽ എന്താ കാര്യം? അടുക്കളയിലെന്നല്ല, പിന്നെ പുറത്തേക്കേ പോണ്ട. നിന്നെ പോലൊരു സംശയരോഗിയെ തന്നെയാണല്ലോ ഞാൻ കെട്ടിയത്. ഞാൻ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിലേ വേറെ കെട്ടാം. അയ്യോ, ഇനി കെട്ടിയാലേ എന്റെ അപ്പച്ചി എന്റെ കഴുത്ത് കണ്ടിക്കും. അപ്പച്ചി മാത്രമല്ല, ഞാനും കണ്ടിക്കും. ഈ ജന്മത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ മതി. പക്ഷേ അത് എന്റേത് മാത്രമായിരിക്കണം. ഇത് തന്നെയാണ് മിക്ക ഭാര്യമാരുടെയും ചിന്ത. എന്നിട്ടോ ആണുങ്ങളെ ഇടം വലം തിരിയാൻ സമ്മതിക്കൂല. ഇഷ്ടം പോലെ പുറത്തു പോകുന്നുണ്ടല്ലോ. അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം? നീ പോയി ആഹാരം എടുത്തു വെക്ക്. ഇനി സംസാരം തുറന്നാലേ അത് തല്ലിലേ തീരും. ഒന്ന് പൊട്ടിക്കാന്ന് വെച്ചാ പിന്നെ നിരാഹാരം, കുടുംബകലഹം നമ്മൾ നിർത്തിയേ. ഇതുവരെ ഉണ്ടാക്കി തീർന്നില്ലേ? കഴിയാറായി. അതെ, ഭക്ഷണം എടുത്തു വെച്ചാ മതി, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. അനന്തോട്ടം വന്നിട്ടുണ്ട്. ഇനി നീ അടുക്കളയുടെ ബാക്കിലോട്ട് പോയാ മതി, ഫ്രണ്ടിലോട്ട് വരണ്ട. എന്റെ അനന്തോട്ടനെ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ നീ കണ്ണും കവളൊക്കെ കാണിച്ചാ അനന്തോട്ടൻ നിന്നെ പറഞ്ഞുവിടാൻ പറയും. പിന്നെ ഒരു നിമിഷം നീ ഇവിടെ നിൽക്കില്ല. നേരം വെളുക്കും മുമ്പേ നിനക്ക് സ്ഥലം കാലിയാക്കേണ്ടി വരും. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല ചേച്ചി. ഉണ്ടാക്കിയതൊക്കെ കൊള്ളാവോ? ഭക്ഷണപ്രിയരാ അനന്തേട്ടനും അനിയനും. കൊള്ളില്ലെങ്കിൽ മുഖത്ത് നോക്കി പറയും. ഞാനുണ്ടാക്കിയതൊക്കെ ചേച്ചിക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ, തരക്കേടില്ലായിരുന്നു. വലിയ മെച്ചമൊന്നും പറയാനില്ല. പിന്നെ അമ്മായി വിഷമിക്കണ്ടെന്ന് കരുതിയ ഒരുപാട് അങ്ങ് പുകഴ്ത്തിയത്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പറഞ്ഞാ മതി, അതിനനുസരിച്ച് ചെയ്തോളാം. പോരായ്മ ഉണ്ടെങ്കിലേ പറയാനൊന്നും നിൽക്കില്ല, പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഭക്ഷണം ഒരുപാടങ്ങ് ബോറാവാതിരുന്നാ ഇവിടെയുള്ളവര് സഹിക്കും. സ്വഭാവം ബോറായാലാ പ്രശ്നം. നീ ഇങ്ങോട്ട് നോക്കി. നിനക്കേ കാമുകന്മാരുണ്ടോടി? ഇതിനു മുമ്പ് ഇവിടെ നിന്ന് ഒരുത്തിനോട് പ്രേമം ഉണ്ടായിരുന്നു. അവളെ കാണാൻ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് അവൻ വരികയും ചെയ്തു. അന്നത്തോടെ അവളുടെ ഈ വീട്ടിലെ ജീവിതം അവസാനിച്ചു. അനന്തുവേട്ടന്റെ അമ്മ ഒരു പാവോ, എല്ലാരെയും കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. എന്നാ അതിന് നേർ വിപരീതോ ഞാൻ. എനിക്കൊരാളെ വിശ്വാസം വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. വിശ്വസിച്ച് തുടങ്ങിയാലോ പിന്നെ നാവിന്ന് നല്ലതേ വരൂ. അല്ലെങ്കിലേ നാവ് തോന്നിയ പോലെ അതിന് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് പൊലമ്പിക്കൊണ്ടിരിക്കും. ആ, നീ ചപ്പാത്തി എടു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞങ്ങളൊക്കെ ആഹാരം കഴിച്ച് ബെഡ്റൂമിലോട്ട് കയറിയിട്ട് നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാ മതി. കറിയും കൊണ്ടേ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ഞാൻ വന്നെടുത്തോളാം. ഇന്നലെ സംസാരിച്ചിരുന്ന് ഉറങ്ങിയത് പോലും അറിഞ്ഞില്ല. കൊണ്ടുവന്ന ഭക്ഷണവും കഴിച്ചില്ല, കറികൾ മാത്രം ഒന്ന് രുചിച്ചു നോക്കി. ഒന്നിനും ഇപ്പം രുചി തോന്നില്ല കൂട്ടാ. അതുപോലെ നെഞ്ചിനുള്ളിലൊരു വിങ്ങല. അതില് കാര്യമില്ലെന്നാ ഞാൻ പറയുന്നത്.
നിന്റെ തറവാട്ടി കിടന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ അവരുടെ ജീവിതം. നീ വരുന്നവരെ അങ്ങനെയൊക്കെ പോട്ടെ. അരുൺ സാറ് കാർത്തൂനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ പറ്റി പിന്നെ ചിന്തിക്കാൻ വേണ്ട. ശരിയാ കണ്ണേട്ടാ, ഞങ്ങളാരും അറിയാതെയാ അവര് പോയെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഇറക്കി വിടാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ അവര് പോയ സ്ഥിതിക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. തിരിച്ചു വിളിച്ചാലും അവര് വരില്ല. മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നൊന്നും അവര് ചെയ്യില്ല. നയനയുടെ സംശയവും അതിനൊരു കാരണോ? കുളി കഴിഞ്ഞല്ലേ ഒന്ന് കുടുംബക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോവാം. ഞാൻ പോയിട്ട് അലയ്ക്ക് മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് വരാം. വേണ്ട പാപ്പ, ജീവിതമേ മുഷിഞ്ഞു. ഇനിയിപ്പോ അലക്കി തേച്ച വേഷം ഇട്ടോണ്ട് അമ്പലത്തിലോട്ട് പോയിട്ട് എന്ത് കാര്യം? അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ദേവിയോടെപ്പോഴും കാർത്തൂനെ എന്റെ മോളെയും കാത്തോളനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്റെ പ്രാർത്ഥന കേട്ടതായിട്ട് പോലും ദേവി നടിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, ബാക്കിയൊക്കെ എല്ലാം കാണുന്ന ദൈവം നടത്തിക്കൊള്ളും. ഇവിടെ ഇഷ്ടം പോലെ കർമ്മം ചെയ്തു. എന്നാൽ അത് ചെയ്തവന്റെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാ എന്റെ തറവാട്ടിലുള്ള പലരും. ഇടയ്ക്കൊക്കെ പവിത്രയുടെയും കാർത്തൂന്റെയും കാര്യങ്ങള് നിങ്ങൾ പോയിന്ന് അന്വേഷിച്ചോളേ. തറവാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടും അത് മറച്ചു വെച്ചവരാ. സത്യം പറയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദേ എനിക്കിതൊക്കെ പറഞ്ഞു ഏൽപ്പിക്കാൻ പറ്റും. നീ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേടാ. അമ്മ മുറ്റമടിക്കുന്നത് കണ്ടിട്ട് വർഷങ്ങളായി. എന്നാ ഇപ്പൊ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. വീട്ടുപണിയും പുറംപണിയൊക്കെ അമ്മ ഇപ്പൊ ഒറ്റയ്ക്കാ ചെയ്യുന്നേ. ചെയ്യട്ടെ, ഒരുപാട് സൂചിച്ചതല്ലേ, ഇനി അനുഭവിക്കട്ടെ. കയറുന്നില്ലേ കണ്ണ? ഇല്ല, പോവാ. നെഞ്ചിന് നല്ല കനമുണ്ട്. പരോളിൽ ഇറങ്ങിയിട്ട് സന്തോഷിക്കാൻ ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പവിത്ര ഹോം നേഴ്സിന്റെ പണി ചെയ്തുകൊണ്ട് കാർത്തൂനെ മോളെയും പോറ്റിയെന്നെ. എന്നാൽ അവളുടെ ചേച്ചി കാർത്തു വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അതാ പ്രശ്നം.